ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ്. അപ്പം ഇന്ദ്രനെ ആന ടീച്ചർ കാണുകയാണ്. അപ്പം ഇന്ദ്രനല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല എന്ന് പറഞ്ഞാൽ ഇവൻ വേറൊരു വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടാകാണ് കേട്ടോ. അപ്പം നിൽക്കണോ അവിടെ എന്ന് ആന ടീച്ചർ പറഞ്ഞെങ്കിലും പക്ഷേങ്കിൽ അവൻ നോക്കാൻ പോലും തയ്യാറായില്ല. വേഗം തന്നെ ഇന്ദ്രൻ അങ്ങ് പോയിട്ടോ. അപ്പൊ വേഗം തന്നെ ആനി ടീച്ചർ പല്ലവിനെ വിളിക്കുകയാണ്. പല്ലവി, നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആനി ടീച്ചർ നേരെ വരുന്നത് നമ്മുടെ ഹരിയും മിത്രനും താമസിക്കുന്ന ആ വീട്ടിലേക്കാണ്. അപ്പൊ അവിടേക്ക് സേതുവും പല്ലവിയും കൂടി വേഗം എത്താണ്. എന്താ ടീച്ചറെ, എന്ത് പറ്റി എന്ന് ചോദിച്ച. എന്തിനാ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചു. ഇവിടെ ആരുമില്ലേ? ഇല്ല, അടിച്ചിട്ടിരിക്കുക, പുറത്തു പോയതായിരിക്കും. ടീച്ചർ പറയാ, ഞാൻ അയാളെ കണ്ടു പല്ലവി. ആ ഇന്ദ്രജിത്തിനെ എവിടെ വെച്ച്? സ്ഥലം എനിക്കറിയാം. വേഗം ചെന്ന അവനെ കൈയോടെ പിടികൂടാം. സേതുടാ, നമുക്ക് വേഗം പോയാലോ? വേണ്ട, വരട്ടെ. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ടീച്ചറെ. ആനി ടീച്ചറെ ഇന്ദ്രൻ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഇന്ദ്രൻ കണ്ടോ? ആ, കണ്ടു. എന്നാ പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു സേതു. കാരണം അവൻ ഉടൻ തന്നെ അവിടുന്ന് സ്ഥലം വിട്ട് കാണും. ഛേ, അവനെ കണ്ടെങ്കിലും കാണാത്ത പോലെ നിന്നാ മതിയായിരുന്നു അല്ലേ? അതെ, പക്ഷെ ആവേശത്തില് അങ്ങനെ സംഭവിച്ചു പോയി. വിഷമിക്കണ്ട, അവൻ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പായല്ലോ. ഞങ്ങൾ അവനെ പുറത്തെത്തിക്കാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ടീച്ചറോട് സഹായിച്ച ഒന്ന് നന്നായിരുന്നു. ഞാൻ കൂടെ തന്നെയുണ്ട്. അവനെ പോലൊരു ഫ്രോഡിനെ പിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നാഗക്കാവില് കളവെഴുത്ത് പാട്ട് നടക്കുക. അവരുടെ വീട്ടുകാരുടെ വകയത്. തൊഴാൻ എന്തായാലും ഇന്ദ്രൻ വരാതിരിക്കില്ല. അവിടെ വെച്ച് ഇന്ദ്രനെ പൂട്ടാം എന്നാ വിചാരിക്കുന്നത്. പക്ഷെ പല്ലവി ആ വീട്ടിലുണ്ടാവും എന്നറിയാവുന്ന സ്ഥിതിക്ക് അത്ര പെട്ടെന്നൊന്നും അവൻ അവിടെ പ്രത്യക്ഷപ്പെടില്ല. അതിനവൻ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കും. ഇപ്പോ ഞാനും പല്ലവിയും നിരഞ്ജന മേഡവും മാത്രമേ ഈ ഓപ്പറേഷനുള്ളൂ. എനിക്കും നിരഞ്ജന മേഡത്തിനും കാവി കയറാൻ പറ്റില്ല. കേറിയ അവൻ അപ്പൊ തന്നെ ആ വിവരം അറിയും. വന്നതുപോലെ തന്നെ അവൻ തിരിച്ചു പോവുകയും ചെയ്യും. പല്ലവി മാത്രമാണെങ്കിൽ അവൻ എന്ത് വില കൊടുത്തും ആ കാവിലെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവിടെ ആനി ടീച്ചറും ഒന്ന് കൂടെ ഉണ്ടെങ്കിൽ അവനെ പൂട്ടാനായിട്ട് ഒരു വഴി ഒരുക്കാൻ പറ്റും. എന്ത് പറ്റുന്നു പറയാം, നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോ. നിൽക്കാം. സേതുവേട്ടൻ പറയും എന്ത് വേണമെന്ന്, അതുപോലെ ചെയ്താൽ മതി. ഇത്തവണ ഒരു പ്രാവശ്യം കൂടി ഇനി രക്ഷപ്പെടാൻ പാടില്ല. അതെന്റെ വാശിയാ, എന്റെയും എന്ന് പറഞ്ഞു സേതു. ഇപ്പം എന്റെയും കൂടിയാ എന്ന ആനി ടീച്ചറും. അപ്പൊ അവര് 3 പേരും കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ് ഇന്ദ്രനെ പിടികൂടാനായിട്ട് കേട്ടോ. അപ്പൊ സേതു മീശയൊക്കെ പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ദ്രനെ ഒന്ന് കൈ കിട്ടിയിട്ട് വേണം ശരിയാക്കാൻ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് ഇന്ദ്രൻ വിളിക്കുകയാണ്. മോനെ, എനിക്ക് മടുത്തു അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാ. പല്ലവി ഒരു പാണ പിടിപ്പിക്കണം. പക്ഷേങ്കില് അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത്. നടന്നല്ലോ, അവള് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഒളിച്ചുകളി അവസാനിപ്പിക്കാം എന്നാ ഞാൻ വിചാരിക്കണത്. എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് അമ്മ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നില്ലേ? ആ പരാതി എത്രയും വേഗം തന്നെ പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോവാം. ഇന്ദ്ര, നീ എന്താടാ പറയുന്നത്? അതിനുള്ള സമയമായോ ഇന്ദ്ര? ആയി, സമയമായി എന്ന് പറഞ്ഞു. ഇനി എനിക്ക് അവളെ പല്ലവിയെ കാണാതിരിക്കാൻ പറ്റില്ല അമ്മേ എന്ന് പറഞ്ഞു. അവളെ കാണാനായിട്ട് കൊതിയായിട്ട് വയ്യ. എടാ, നീ പുറത്തു വന്നാൽ ആ നിമിഷം അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ഒരു സംശയം വേണ്ട. നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാ അവൾ ഇവിടെ നിന്ന് താമസിക്കുന്നതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് നിനക്കെന്താ മനസ്സിലാവാത്തത്? മോനെ, ഈ ഒളിച്ചു കളി വിജയിക്കണമെങ്കിൽ കുറച്ചു കാലം കൂടി നീ ഇങ്ങനെ തന്നെ താമസിച്ചേ പറ്റൂ. അമ്മേ, മടുത്തിട്ടാമേ, ഇനി എന്ത് ചെയ്യണം? അതെ, അതൊക്കെ നേരത്തെ നീ ആലോചിക്കണമായിരുന്നു. നീ ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. മനസ്സിലായോ നിനക്ക്? ദേ, കുടുംബ കോടതിയില് കേസ് ജയിച്ച് നമ്മളിങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയമായത്. മനസ്സിലായല്ലോ? സ്വയം പുറത്തു വന്നാൽ പോലീസ് എങ്ങനെ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മനഃപൂർവ്വം ഒളിച്ച് താമസിച്ചത് എന്തിനു വേണ്ടി? ഭാര്യയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നായിരിക്കും അവരെഴുതി പിടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വരി നിനക്ക് വേണ്ടി എഴുതിയാൽ പിന്നെ നിനക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അത് അവർക്കൊരു തെളിവായി മാറും. അത് വേണോ? അടുത്ത കേസ് ഹൈക്കോടതിയിലാ. അത് നീ മറന്നു പോകണ്ട ഇന്ദ്ര എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പല്ലവിയെ കാണണ്ട എന്നാണോ അമ്മ പറയണത്? എടാ, അത് എന്റെ അമ്മ എനിക്ക് കണ്ടേ പറ്റൂ. ഒരു കാര്യം ചെയ്, അതിനുള്ള വഴി അമ്മ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അതെ, ഇന്ന് വൈകുന്നേരം നാഗത്തറയിലെ കളവെഴുത്തും പാട്ടുമുണ്ട്. കൂടെ ഞാൻ പല്ലവിയും കൂടി കൂട്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു വേഷത്തില് അവിടെ വന്നച്ചാ മതി.
അവിടെ വെച്ച് നിനക്ക് പല്ലവിയെ കാണുകയും ചെയ്യാം. ഓഹോ, ശരി ശരി, അപ്പൊ ഞാൻ ഫാൻസി ഡ്രസ് ചെയ്യണം, അതല്ലേ അമ്മ ഉദ്ദേശിച്ചത്? ഗ്രേറ്റ് ഗ്രേറ്റ്, എന്താണെങ്കിലും പൊളിച്ചോ, എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ ഒരു ത്രില്ലുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഉവ്വ്, സ്വന്തം ഭാര്യ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേഷപ്രച്ഛന്നായി വരുന്ന ഭർത്താവ് കൊള്ളാം. ആ സെന്റിമെന്റൽ സ്റ്റോറിയാണ്, കൊള്ളാം. എന്താണെങ്കിലും കൊള്ളാട്ടോ, വേറെ വഴിയില്ലല്ലോ, ചെയ്യുക തന്നെ ചെയ്യാം. എന്ന് വൈകിട്ട് കാണാമേ. പല്ലവിയെ കാണണമെന്ന് നീ പറഞ്ഞു, പക്ഷെ എന്നെ കാണണമെന്ന് നിനക്കൊന്ന് തോന്നിയില്ലല്ലോടാ. എന്റെ പൊന്നമ്മേ, അമ്മയെ കണ്ടിട്ട് എന്താ ഗുണം എന്ന് ചോദിച്ചോ. മോം, യു ആർ എ യങ് ലേഡി, നോ യു ഓൾഡ് ലേഡി. പക്ഷെ പല്ലവി അങ്ങനെയാണോ? ഫ്രഷ് അല്ലേ, ഫ്രഷ്. എന്റെ പൊന്നെ, എന്റെ വൈഫ് അല്ലേ അമ്മേ? വൈഫ്, മദർ, മദർ, വൈഫ്, മദർ, വൈഫ്. പക്ഷേങ്കിൽ ഞാൻ വൈഫിനെ തെരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞു. വിഷമിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. എന്റെ അമ്മ, ഒരു പുരുഷന്റെ ജീവിതത്തിൽ അമ്മയേക്കാൾ മുകളിലാണ് ഭാര്യയുടെ സ്ഥാനം. അതമ്മയ്ക്ക് അറിയോ? നീ മാത്രമേ ഇത് പറയൂ. അല്ല, നോ 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 നോ. സീമമ്മ, ഒരു വയ്യാഴിക വന്നു, ഒന്ന് കുളിപ്പിക്കണം. അമ്മയ്ക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഭാര്യയ്ക്ക് പറ്റും. അതാണ് വ്യത്യാസം. മനസ്സിലായോ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു. അപ്പൊ എന്താണേലും വൈകിട്ട് കാണാം. അപ്പൊ കളവെഴുത്തും പാട്ടും നാഗത്തറ. ഓക്കെ, ബൈ മം എന്ന് പറഞ്ഞോണ്ട് ഫോൺ വെച്ചു. പക്ഷേ എങ്കില് രാജലക്ഷ്മിക്ക് ദേഷ്യം വന്നു കേട്ടോ. അവന്റെ ഒരു വൈഫ് ശരിയാക്കി കൊടുക്ക എന്നുള്ള മട്ടിലാണ്. അത്ര സുഖിച്ചിട്ടൊന്നുമില്ല ഇന്ദ്രൻ പറഞ്ഞതൊന്നും. പിന്നെ നമ്മൾ കാണുന്നത് പല്ലവീനെയാണ്. അപ്പൊ പല്ലവി കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുവാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അച്ചുവിന്റെ വീട്ടിലാണ് കാണുന്നത് കേട്ടോ, പൊന്നുമടത്തില്. അപ്പോൾ ഇതേണ്ട അച്ചുവിന് പോകാനുള്ള വെട്ടിയൊക്കെ പായ്ക്കുകയാണ്. സൂചി നൂലും വരെ വെക്കുമായിരുന്നു. പെണ്ണ് ചെറുക്കരെ വീട്ടിൽ ചെന്നാ ഒന്നിനും ബുദ്ധിമുട്ടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാ ഇങ്ങനൊരു പെട്ടി കൊണ്ടുപോകണത്. പെൺമക്കളൊക്കെ കെട്ടിപ്പോവും. എന്നാലും അച്ചു പോകുന്ന ഓർക്കുമ്പോ എന്താന്നറിയില്ല ബേബി, അതിനടുത്തെത്തിയപ്പോ ഒരു വിഷമം പോലെ. അതെല്ലാം അമ്മമാർക്കും ഉണ്ടാവും എന്റെ പൊന്നോ. അതൊന്നും അത് കാര്യാക്കണ്ട. എനിക്കത് മാറുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അങ്ങോട്ടേക്ക് വരുക. മോളിവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് മോക്ക് പോകാനുള്ള ബാഗ് റെഡിയാക്കുമായിരുന്നു എന്ന് ബേബി ചേച്ചി പറഞ്ഞു. എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ പറയണോട്ടോ. ഒന്നുമില്ല എന്ന് പറഞ്ഞു. മോക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ഞങ്ങളൊക്കെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തിട്ടാണോ മോളെ? കല്യാണം കഴിഞ്ഞാലേ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതിയായിരുന്നു അല്ലമ്മേ എന്ന് ചോദിച്ചു. ഈ കല്യാണം ഒന്നും വേണ്ടായിരുന്നു. അച്ചി വീട്ടിൽ പൊറുതിക്ക് വരുന്ന ധാരാളം ആണുങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അത് കുറവാന്നാ എനിക്ക് തോന്നുന്നത്. മോള് മിടിക്കുകയാണെങ്കിലാ 1-2 മാസം കഴിയുമ്പോ ചെറുക്കനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോരാലോ അല്ലേ? അതൊന്നും ഇവളെ കൊണ്ട് പറ്റില്ല ബേബി. ഋതു ആയിരുന്നു ഇവളുടെ സ്ഥാനത്തെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേനെ. പക്ഷെ എന്റെ മോളൊരു പാവമായി പോയി. അതാ എന്റെ ഒരു പേടിയും. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരും അറിയിക്കാതെ ഉള്ളിൽ ഒതുക്കി നടക്കരുത് കേട്ടോ മോളെ. പറഞ്ഞ മനസ്സിലായോ നിനക്ക് ആരും ഇല്ലാന്ന് വിചാരിക്കരുത്. ഞാനുണ്ട്, സേതുണ്ട്. ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണം. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ശരിക്കും പ്രതാപൻ ഒരു പ്രശ്നമല്ല. പക്ഷെ നിഖിലിന്റെ അമ്മ അവരിത്തിരി കുഴപ്പമാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നിഖില് അവന്റെ സ്വഭാവം എന്താണെന്ന്, കൃത്യമെത്തായിട്ട് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് നന്നാവും എന്ന് വിചാരിച്ചിട്ടാ മോളെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. നന്നാവട്ടെ, എല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയായിക്കോളും, എല്ലാം ഭംഗിയാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കല്യാണത്തിന് മുൻപ് സംശയവും പേടിയും ഒക്കെ പതിവുള്ള കാര്യമല്ലേ? കല്യാണം കഴിയുമ്പോ അതൊക്കെ താനെ മാറിക്കൊള്ളുന്നേ എന്ന് ബേബി ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാണ്. ശരിയാ, മാറിയാ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ബേബി ചേച്ചി പറഞ്ഞ പോലെ എല്ലാം ശരിയായി വരട്ടെ. ബേബി ചേച്ചിയുടെ നാമ്പ് പൊന്നായിരിക്കട്ടെ. എല്ലാം ഭംഗിയായി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അച്ചു പതുക്കെ അങ്ങ് എഴുന്നേറ്റ് പോയി കേട്ടോ. അച്ചുവിന്റെ മുഖത്താകെ ഒരു നിരാശ പോലെയാണ്. ആളാകെ വലിയ സന്തോഷത്തിലൊന്നും അല്ല. അപ്പൊ പൂർണിമാമ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താന്നറിയില്ല, അച്ചു അവളെ കുറിച്ച് ഓർക്കുമ്പോ ഒരു തൃപ്തിക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുക എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എന്ത് കുഴപ്പം, ധൈര്യമായിട്ടിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ബേബി ചേച്ചി ഇങ്ങനെ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് നമ്മുടെ പൂർണിമാമയ്ക്ക്. പൂർണിമാമ എന്നാലും നല്ല ടെൻഷനിലാണ്. അപ്പൊ പല്ലവി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അപ്പൊ രാജലക്ഷ്മി ഒന്നോടെ നിന്നേ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എവിടെയായിരുന്നു ഇത്രയും നേരം? അതെ, ഒരു കാര്യം പറയട്ടെ, ഒരു തെരുവ് നായെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ താമസിക്കുമ്പോ ഇവിടുത്തെ രീതിയിൽ താമസിക്കണം. എന്താണാവോ ഇവിടുത്തെ രീതി? മനസ്സിലായില്ല. പരോരോഗം ബാധിച്ച മകനെ മറച്ചു വെച്ചിട്ട് എന്താ പറയുക, അവരെ കൊണ്ട് മനോരോഗം മറച്ചു വെച്ച് പാവം പെൺകുട്ടികളെ വഞ്ചിക്കുന്നതാണോ ഇവിടുത്തെ രീതി?
പറയേ. ആ അതോ ശരിക്കും പറഞ്ഞാ മരിച്ചു എന്ന് പറഞ്ഞ് മകനെ ഒളിച്ചു താമസിപ്പിക്കുന്നതോ? ഇതിനൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടില്ല. മറുപടി ഇല്ല, അത് പറ. വെറുതെ അല്ല അച്ഛമ്മ പറയണത്. നിങ്ങള് ഈ വീട് നശിപ്പിച്ചതെന്ന് അച്ഛമ്മ പറയണത്. അതേടി ഞാൻ തന്നെയാ. അതിനിപ്പോ നിനക്കെന്ത് വേണം? ഓ, എല്ലാം തികഞ്ഞവളാണല്ലോ. എന്നിട്ടിപ്പൊ നിനക്കെന്താണ് കിട്ടിയത്? ആദ്യത്തെ ദിവസം തന്നെ കെട്ടുത്താലി പൊട്ടിച്ചെറിയേണ്ടി വന്നില്ലേ നിനക്ക്? നന്നാവണം. ആ യോഗം നിനക്കില്ല. എന്നെ യോഗത്തെ കുറിച്ച് ആലോചിച്ച അമ്മ വെറുതെ വിഷമിക്കണ കേട്ടോ എന്ന് പറഞ്ഞു. കെട്ടുതാലി പൊട്ടിച്ചെറിയേണ്ടി വന്നതേ നിങ്ങളെ പോലൊരു സ്ത്രീ എന്റെ അമ്മായിയമ്മയായി വന്നതുകൊണ്ട് മാത്രമാണ്. എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ അതുപോലെ അങ്ങ് ജീവിച്ചോളാം. ജീവിച്ചോ? പക്ഷേ ഒരു കാര്യം, എനിക്ക് എഴുതി തരാനുള്ളത് എഴുതി തന്നിട്ടേ ഇനി അത് പറ്റൂ. എഴുതി തരാനോ? എന്തെഴുതി തരണം എന്നാ നിങ്ങൾ പറയണത്? മനസ്സിലായില്ല. നാളെ നീ വക്കീൽ ഓഫീസ് വരെ ഒന്ന് വരണം. ഡിവോഴ്സ് കേസുമായിട്ട് നീ ഇനി മുന്നോട്ട് പോവില്ല എന്ന് നീ ഒന്ന് എഴുതി തരണം. എന്താ? അപ്പൊ പല്ലവി ഒന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു അറപ്പ് തന്നിട്ടാണല്ലോ നീ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്കത് പേപ്പറിലേക്ക് ആക്കാം. എന്തു പറയുന്നു? എന്താ, നിനക്ക് സമ്മതമല്ലേ? സമ്മതാണ് എന്ന് പറഞ്ഞു പല്ലവി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ അതാണ്. പക്ഷേ ഇന്ദ്രനെ കാണാനില്ല എന്ന് പറഞ്ഞ നിങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റേഷനില്. അത് നിങ്ങളൊന്ന് പിൻവലിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അതെങ്ങനെ? അതിന് ഇന്ദ്രനെ കണ്ടു കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു ഒരു ചിരി ചിരിച്ചിട്ട്. നിങ്ങൾക്കറിയാലോ ഇന്ദ്രൻ എവിടെയുണ്ടെന്ന്. അത് മതി. പരാതി പിൻവലിച്ച നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എഴുതി തരാം. എന്താ? അല്ലാതെ എന്തെങ്കിലും നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ പല്ലവി. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ഞാൻ പരാതി പിൻവലിക്കാം എന്ന് രാജലക്ഷ്മി സമ്മതിച്ചു. എന്റെ മോനെ ഡിവോഴ്സ് ചെയ്യില്ലെന്ന് നീയും എഴുതി ഒപ്പിട്ട് സമ്മതിച്ചു തരണം. ശരി, തരാം, തീർച്ചയായിട്ടും തരാം. അതെ, അവസാനം വാക്ക് മാറ്റരുത്. ഒന്ന് ചിരിച്ചിട്ട്. അതിന് ഞാൻ രാജലക്ഷ്മി അല്ലല്ലോ. ദേ, മുകുന്ദം മാഷിയുടെ മോള് പല്ലവിയാണ്. മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞതായിരിക്കും, ചെയ്തിരിക്കും. ശരി എന്ന് പറഞ്ഞു. അപ്പൊ രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്താണ് നമ്മുടെ അച്ഛമ്മയും വിശ്വവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തായി വിശ്വ, നഗക്കാവിലെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. എല്ലാം സെറ്റായി അമ്മേ, അതൊക്കെ ശരിയായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മ അവിടെ നിൽക്കുക. ദേ കേട്ടല്ലോ, ഇന്ന് കളവെഴുത്ത് പാട്ടുണ്ട്, കാണാൻ നീയും വരണം എന്ന് പല്ലവിയോട് പറഞ്ഞു. എന്നിട്ട് അച്ഛമ്മ അതേ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ, നമ്മുടെ കുടുംബക്ഷേത്രത്തില അല്ല കുടുംബത്തിന്റെ വകയെ നടത്തുന്നത്, അതുകൊണ്ട് വന്ന് അനുഗ്രഹം വാങ്ങുന്നത് നല്ലതാ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഇങ്ങനെ നോക്കിയിട്ട്, അല്ല ഇങ്ങനൊരു കുടുംബ ചടങ്ങ് നടക്കുമ്പോ ഇന്ദ്രനില്ലാതിരിക്കുന്നത് മോശമല്ലേ? മരിച്ച കേസൊന്നും അന്വേഷിക്കേണ്ട, വൈകിട്ട് നീ അവിടെ ഉണ്ടാവണം, അത്ര തന്നെ എന്ന് പറഞ്ഞു രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പല്ലവി ഇങ്ങനെ കണക്ക് കൂട്ടി തന്നെയാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ കാണുന്നത് നാഗത്തറയിലാണ്. അപ്പൊ പൂജകളുടെ വഴിപാടിന്റെ ഒക്കെ സമയമായി. ഈ സമയത്താണ് രാജലക്ഷ്മിയും പല്ലവിയും എല്ലാം കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ വേറെ ആൾക്കാരുണ്ട്. അല്ല, ഇത് പല്ലവിയല്ലേ, ഇന്ദ്രന്റെ ഭാര്യ? അതെ, ഇവള് വീട്ടിലല്ല എന്നാണല്ലോ ഞങ്ങളൊക്കെ അറിഞ്ഞത്. നിങ്ങൾ അങ്ങനെ പലതും അറിയും, അതൊന്നും വലിയ സത്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവിയെ കൂട്ടിക്കൊണ്ടാണ് അംബികയുണ്ട്, വിഷുണ്ട്, എന്റെ മരുമോള് എന്റെ കൂടെ തന്നെയുണ്ട്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആഹാ, എന്താ തള്ളു. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അല്ല, ഇന്ദ്രനെ തല്ലിയെന്നോ വീട് വിട്ടു പോയെന്നോ ഡിവോഴ്സ് കേസ് കൊടുത്തു എന്നൊക്കെയാ കേട്ടല്ലോ. അപ്പൊ അതൊന്നും സത്യമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഒന്നും സത്യമായിരുന്നില്ല, അതൊക്കെ അസൂയാലുക്കള് വെറുതെ പറഞ്ഞുണ്ടാക്കിയതാന്നേ, അല്ലാതെ എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ നാട്ടുകാർക്ക് കണ്ണുകടിയാ, അതിനുള്ള ചികിത്സ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല. അതെ, അപ്പോ ഇന്ദ്രനോ, അവനെവിടെ എന്ന് ചോദിച്ചു. വേഗം ചോദ്യം അതായി. അപ്പം വേഗം മദർ നിന്നിട്ട്, ന്യൂസ് ഒക്കെ ഞങ്ങളും കാണുന്നുണ്ട് രാജലക്ഷ്മി, ഇവളെ തള്ളിയിട്ട് കൊന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് കേട്ടത്. എന്നിട്ടിപ്പൊ എന്തായി എന്ന് ചോദിച്ചു. നിങ്ങളോടല്ലേ പറഞ്ഞത് അതൊന്നും സത്യമല്ല എന്ന്? എന്റെ മകനെ ഇവള് കൊന്നു എങ്കിൽ ഇവളെയും കൊണ്ട് ഞാൻ നടക്കുവോ? ഇത് നല്ല കഥയായി പോയല്ലോ എന്ന് ചോദിച്ചു. പല്ലവി രക്ഷപ്പെട്ടു കേട്ടോ, സ്കൂട്ടായി പതുക്കെ. അതെ, ആളുകൾ പലതും അങ്ങനെ പറയും. അതെ, വായി കിടക്കുന്നതാക്കല്ലേ, അത് തോന്നുന്നത് പോലെ പ്രയോഗിക്കും. അതിനൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടില്ല, അതാ സത്യം. അപ്പൊ പല്ലവി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രാജലക്ഷ്മി പോവാൻ തുടങ്ങിയപ്പോഴത്തേനും ദേ, പിന്നെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഇന്ദ്രന്റെ ഒരു ജോലിയുടെ ആവശ്യത്തിന് പുറത്തു വേണ്ടി പോയിരിക്കാം, അതാ അവൻ വരാത്തത്. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല എന്നൂടെ പറഞ്ഞു. എന്നിട്ട് അവരെ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. വന്നിരിക്കുന്നു ഏഷടി പിശാചികള്, കഷ്ടം തന്നെ, എന്തൊക്കെ അറിയണം പോലും എന്നൊക്കെ ചോദിച്ച. ദേ കേട്ടല്ലോ,
ആര് ചോദിച്ചാലും അങ്ങനെ പറയാവൂ എന്ന് പല്ലവിയോട് പറഞ്ഞു. തിരിച്ചും മറിച്ചും ചോദിക്കും. എല്ലാം കേറണം കെട്ടതുങ്ങളാ. അവർക്ക് സന്തോഷിക്കാനുള്ള പാകത്തിന് നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിയമ്മേ, എന്നാ വാ എന്ന് പറഞ്ഞ പല്ലവി കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോന്നു. ഈ സമയത്ത് സേതു പുറത്ത് നിപ്പുണ്ട്. ആനി ടീച്ചർ അങ്ങോട്ടേക്ക് വന്നോട്ടോ. ആനി ടീച്ചറിന്റെ അതിലൊരു ഹെഡ്സെറ്റ് കൊടുക്കുകയാണ്, അതായത് ഇയറി വെക്കാനുള്ളത്. അപ്പൊ ഇയറി വെച്ചു കൊടുത്തു. അപ്പൊ ഇത് വെച്ച് നോക്ക് എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? ആ ശരിയായി എന്ന് പറഞ്ഞു. ദേ ഇത് വെച്ചാലേ പതുക്കെ സംസാരിച്ചാലും എനിക്ക് കേൾക്കാൻ പറ്റും, അതുകൊണ്ടാ. എന്നാ പിന്നെ ഇതുപോലെ ഒരെണ്ണം എന്റെ ചെവിയിലും ഉണ്ട്. ഉള്ള കമ്മ്യൂണിക്കേഷൻ ഇനി ഇതിലൂടെ ആയിരിക്കണം. ശരി, എന്നാ പിന്നെ മൊബൈല് എപ്പോഴും പുറത്തു വെച്ച് സംസാരിക്കണ്ട, അതുകൊണ്ടാ. ആ കൂട്ടത്തിനിടയിൽ മാറി നിൽക്കുന്നത് അപകടമാണ്, അതുകൊണ്ടാണ് ഞാനിത് തന്നത്. അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇത്തവണ ഒരു കാരണവശാലും അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. പല്ലവി ആ കേസിൽ നിന്ന് ഊരിപ്പോറണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തില് ഈ ഞാനും ഉണ്ട്. എന്നാ പൊക്കോ ടീച്ചറെ എന്ന് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ പല്ലവി അവിടെ നിൽപ്പുണ്ട്. നാഗത്തറയിലെ പരിപാടികളൊക്കെ തുടങ്ങി. ഇവർ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ആനി ടീച്ചറും അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ആനി ടീച്ചറിനെ കണ്ടപ്പോഴത്തേനും എല്ലാം സെറ്റെന്ന് മനസ്സിലായി നമ്മുടെ പല്ലവിക്ക്. അപ്പം വേഗം രാജലക്ഷ്മി ചോദിക്കണം, നീ ആരെയായി നോക്കുന്നത്? അല്ല, എന്റെ കോളേജിൽ നിന്നേ ടീച്ചർ ആനി ടീച്ചർ വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നോ നോക്കിയതാ. എന്നിട്ട് വന്നല്ലോ ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ടീച്ചറെ കാണിച്ചും കൊടുത്തു. എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നാ പിന്നെ കുടുംബത്തിൽ ആരെങ്കിലും ഈ കളത്തിലേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ എന്ന് പറഞ്ഞാൽ പൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.